ലൈവില് ആദിലയും നൂറയും ഷാനവാസും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം ആദില ഭയങ്കര ടെൻഷനിലാണ്. റിയാസ് വന്ന് പോയേ പിന്നെ ആദിലയുടെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയി. ആദില നേരെ ഡൗൺ ആയിരിക്കുകയാണ്. ആദില മാത്രമല്ല നൂറയും. കാരണം അതുവരെ ഷാനവാസുമായിട്ട് നല്ല കൂട്ടായിരിക്കുകയായിരുന്നു ആദില. നെവിൻ്റെ പ്രശ്നത്തിന് ശേഷമാണ് ആദില ഷാനവാസിന് എതിരെ നിന്നത്. കാരണം ഷാനവാസ് ആദിലയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ഇഷ്യൂ കൊണ്ടുവന്നത് തന്നെ. നെവിനിൽ നിന്നുണ്ടായ ആ ഒരു ബാഡത്തരം ഷാനവാസ് ആദിലയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റ് കണ്ടസ്റ്റൻസിനോടൊന്നും ഷാനവാസ് പറഞ്ഞില്ല. കാരണം ഷാനവാസ് പറയാഞ്ഞത് നെവിൻ്റെ ഇമേജ് കളയണ്ട എന്നോർത്താണ്. അതിനുശേഷം ആ ഒരു മല്ലീലയുടെ പ്രശ്നത്തിൽ ഷാനവാസും നെവിനും തമ്മിൽ ഉടക്കിയപ്പോൾ ആദിലയാണ് വന്ന് നെവിനോട് പറഞ്ഞത് നിൻ്റെ ബാഡ് ചീട്ട് കീറുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് നെവിൻ ആദിലയുടെ പുറകെ നടക്കുകയായിരുന്നു. ബാഡ് ചീട്ട് എന്തുവാ നീ പറയണമെന്ന്. അപ്പോൾ ആദില ഷാനവാസിനോട് ചോദിച്ച് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഞാൻ എന്താണെന്ന് തുറന്ന് പറയട്ടെ എന്ന് ചോദിച്ച്. അപ്പോൾ ആദിലയുടെ ആ ഒരു പേടിയും ഇതും കണ്ടിട്ട് ഷാനവാസ് തുറന്ന് പറഞ്ഞോ, ഉള്ള കാര്യമല്ലേ നീ പറഞ്ഞോ എന്ന് ഷാനവാസ് പറയുന്നു. അങ്ങനെയാണ് ആദില നെവിനോട് ഇത് പറയുന്നത്, ഷാനവാസിനോട് ചെയ്ത ആ മോശമായ പ്രവൃത്തി പറയുന്നത്. എന്നിട്ട് റിയാസ് വന്നു കഴിഞ്ഞപ്പം റിയാസിൻ്റെ കൂടെ ചേർന്ന് നിന്ന് നെവിന് സപ്പോർട്ട് ചെയ്ത് ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു. എന്നിട്ടും ഷാനവാസ് ആദിലയ്ക്കെതിരെ ഒരു വഴക്കിനും ഒന്നിനും പോയില്ല. അപ്പോൾ ഷാനവാസ് ആദിലയോട് പറയണം, നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടും ഞാൻ പറഞ്ഞില്ല. കാരണം ഷാനവാസിന് ഈ ആദിലയെ നൂറെ ഒരു പെങ്ങളെപ്പോലെ കാണുന്നതുകൊണ്ടായിരിക്കും ഒന്നും ഞാൻ നിൻ്റെ നേരെ പ്രതികരിച്ചില്ലല്ലോ. നീയാണിത് കൊണ്ടുവന്നത്, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് പറഞ്ഞോളാൻ ഞാൻ പറഞ്ഞത്. അപ്പം ഷാനവാസ് പറയുന്നത് ഞാൻ നെവിനോട് ഇത് മാപ്പ് പറയണം എന്നോർത്തിരിക്കുകയായിരുന്നു. കാരണം പബ്ലിക്കിൻ്റെ ഇടയിൽ മോശമാക്കിയല്ലോ, ഇവൻ ചെയ്ത തെറ്റാണെങ്കിലും ഞാൻ കാരണം മോശമായതല്ലോ എന്ന് പറഞ്ഞപ്പോൾ നൂറ പറഞ്ഞ് അങ്ങനെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്ത തെറ്റല്ലേ. അപ്പം ഷാനവാസ് പറഞ്ഞു ഇനി ഞാൻ മാപ്പൊന്നും പറയുന്നില്ല, ഇനി ഞാൻ ശനിയാഴ്ച ലാലേട്ടൻ ചോദിച്ചാൽ ഞാൻ തുറന്നു പറയും എന്ന് പറയുന്നു. അപ്പം ആദിലയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് ഷാനവാസിന് ഇത്രയും ദിവസം പിന്തള്ളി പറഞ്ഞതിന്. ഇപ്പം ആദിലയ്ക്ക് പേടി, പുറത്ത് ആദില നെഗറ്റീവായോ, പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞോ, പിന്നെ നൂറയ്ക്കാണെങ്കിൽ ആദിലയ്ക്ക് വോട്ടില്ലാതെ എവിക്റ്റഡ് ആവുമോ എന്നൊക്കെ പേടിയുണ്ട്. അങ്ങനെ അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.